നമസ്കാരം, എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹാപ്പി ലൈഫിനെ അത് ബാധിക്കും. കാരണം വെച്ചാൽ ഒരു പ്രോബ്ലം വരുന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, അത് അല്ലെങ്കിൽ പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല എങ്കിലൊക്കെ നമ്മുടെ സന്തോഷമായിട്ടുള്ള ലൈഫൊക്കെ മാറി നമ്മൾ വളരെയധികം സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും പ്രഷറിലൊക്കെ ആയി മാറാറുണ്ട് അല്ലേ. അപ്പോൾ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രോബ്ലംസിനെ പോസ് ചെയ്യാൻ, അതായത് ഒന്ന് ഫ്രീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് പ്രോബ്ലം അവിടെ തന്നെ ഉണ്ട് കേട്ടോ, പക്ഷേ പെട്ടെന്ന് വളരെ വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു റേഖയിലുള്ള വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആ പ്രോബ്ലം അവിടെയുണ്ട്, പക്ഷെ അതിനൊന്ന് പോസ് ചെയ്യാണ്, നമുക്ക് ഇത്തിരി സമയം തരാൻ, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സമയം തരാൻ വേണ്ടി നമ്മൾ ആ പ്രോബ്ലത്തെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ എഫക്റ്റീവുമാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നാം, പക്ഷെ ഞാൻ ഇതിൽ ഒരു മാനിഫെസ്റ്റേഷൻ സിമ്പിൾ പറയുന്നുണ്ട്. ആ സിമ്പിളും കൂടി വരച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഇറ്റ്സ് വർക്ക്സ്. അത് മാത്രമല്ല, ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാനൊരു മാനിഫെസ്റ്റേഷൻ സിമ്പിൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടി ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ സിമ്പിളിലേക്ക് തന്നെ നോക്കിയിരുന്ന് ഒരു പ്രെയർ എടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന റെമഡി നിങ്ങൾക്ക് വളരെയധികം യൂസായിട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഇപ്പം നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ നമ്മൾ ചൂടിൽ വെച്ച് കഴിയുമ്പോഴേക്കും വെള്ളമായി പോകാറുണ്ട് അല്ലേ. പക്ഷേ അത് കോൾഡിൽ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവുക, അത് ഐസ് ക്യൂബായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ, അത് വെള്ളമാണല്ലോ, പക്ഷെ ഫ്രീസായി അല്ലേ. അതുപോലെ നമ്മുടെ പ്രോബ്ലം ഫ്രീസ് ചെയ്യാനുള്ള ടെക്നിക്കാണ്. സിമ്പിൾ ആൻഡ് ഈസി പറഞ്ഞു തരട്ടെ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പ്രോബ്ലം അതെഴുതുക. അതായത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം, അതായത് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത, നിങ്ങൾക്ക് ടെൻഷൻ ഭയങ്കരമായി തരുന്ന ആ പ്രശ്നം എന്താണോ ആ പ്രശ്നം നിങ്ങൾ ആ വൈറ്റ് പേപ്പറിൽ എഴുതുക. ഓക്കെ, അത് എഴുതിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് സിബ് ബാഗുകളുണ്ട്. ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, അതുപോലെ. അതായത് നമുക്കതിന് സീൽ ചെയ്യാൻ സാധിക്കണം. നമുക്ക് അതിനുള്ളിൽ വെള്ളം നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ നമുക്ക് സീൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള അത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് കിട്ടും. അത് വാങ്ങണം. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കൊള്ളാം, വളരെയധികം നൈസായിട്ടുള്ളത് വാങ്ങരുത്. കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് സിബ് ബാഗ് വാങ്ങുക. ചെറുതായിട്ടോ, ബാഗെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു കവർ തന്നെയാണ്, ചെറുതാണ്. ഓക്കെ, എന്നിട്ട് ഒരു നല്ല പേപ്പറിൽ ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് പ്രോബ്ലംസിൻ്റെ കുറച്ച് ചുളുങ്ങിയ പേപ്പറൊക്കെ, കുറച്ച് ക്രഷായിട്ടിരിക്കുന്ന പേപ്പറാണ്. അങ്ങനത്തെ എല്ലാം എടുക്കേണ്ടത്. ഇത് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുമല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എടുക്കേണ്ടത്. ഒരു നല്ല വൃത്തിയുള്ള നല്ല വൈറ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് 4 വശം നല്ല നമ്മൾ തന്നെ കട്ട് ചെയ്ത ഒരു ചെറിയ കഷ്ണമായിരിക്കണം. വളവും ചതവൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം അതിലെഴുതുക. അതിനുശേഷം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സിമ്പിൾ അതിൽ നല്ല ഭംഗിയിൽ വരച്ച് വയ്ക്കുക. എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് മടക്കാൻ തിരിക്കുക ഒന്നും വേണ്ട, അത് ഉള്ളിലേക്ക് വയ്ക്കുക. അതിൽ വെള്ളം നിറയ്ക്കുക, ആ സിബ് പൂട്ടുക, നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ പ്രോബ്ലം അതിൻ്റെ ഇൻറ്റൻസിറ്റി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി വളരെ ഭംഗിയായി, വളരെ പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് നമുക്കത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ സിമ്പിൾ. ആ സിമ്പിൾ നിങ്ങളുടെ പ്രോബ്ലം എഴുതിയതിന് ശേഷം ഇത് എനിക്കൊരു സമയം തരണം എന്ന രീതിയിൽ പോസ് ചെയ്ത് വരയ്ക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെ ഒറിജിനൽ, അതായത് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയ സിമ്പിൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് നേരം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുറച്ച് സെക്കൻഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് ശ്രദ്ധയോടെ കാണാം. കണ്ടോളൂ കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും അവരുടെ പ്രോബ്ലംസ് കുറച്ച് നാളത്തേക്ക് പോസ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ സമാധാനപരമായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഹാപ്പി ലൈഫിനുള്ള കുറേ അധികം ടിപ്സുമായിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.